ഹലോ നമസ്കാരം കേട്ടോ. ഞങ്ങളിന്ന് പ്രോഗ്രാമിന് പോകുന്നത് കാട്ടാക്കടേക്കാണ്. താജ് എത്തിയിട്ടുണ്ട്, നമ്മുടെ മുജീബൊക്കെ ഉസ്താദ് മുജീബൊക്കെ എത്തിയിട്ടുണ്ട്, ഷമീർക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ പോണതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. താജയാണ് മൊബൈൽ വീഡിയോ എടുത്തത്. താജ് ഇങ്ങനെ കിടലം പോസ്റ്റൊക്കെ ചെയ്ത് നിൽക്കുന്ന സമയത്താണ് നമ്മുടെ ബാബുക്ക വന്നത്. ട്രെയിൻ വന്നപാടെ ഞങ്ങൾ കയറിയിരുന്ന് മുജീബിക്കയും ഷമീർക്കും കഥ പറയുന്നുണ്ട്, താജ പാട്ട് കേൾക്കുന്നുണ്ട്. ഒരു സൈഡിൽ നമ്മുടെ ബാബുക്ക മൊബൈൽ കളിക്കുന്നുണ്ട്, ഞങ്ങളെയും കൂട്ടി ട്രെയിൻ പോകുന്നുണ്ട്. ട്രെയിൻ യാത്ര എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഒറ്റ കാര്യമുള്ളൂ, ടിക്കറ്റ് എടുക്കുന്നത് മുൻകൂട്ടി ബുക്ക് ചെയ്യണം. നല്ല ഉഷാറായിട്ട് യാത്ര ചെയ്ത് പോകാൻ പറ്റിയൊരു സംഭവമാണ് ട്രെയിന്. നീ കാട്ടാക്കട ഞങ്ങൾ കാട്ടാക്കട എത്തിയിട്ടാ. കാട്ടാൽ പുസ്തകമേള. നിനക്ക് പട്ടാളത്തിൽ ജോലിയുള്ള പ്രഫുല്ല ചന്ദ്രൻ അറിയാമോ? നീ കാട്ടാക്കട നമ്മുടെ സുഹൃത്ത് ഉണ്ണിട്ടാ. ഉണ്ണി കാട്ടാക്കടയിലുള്ള നമ്മുടെ പ്രിയ സുഹൃത്താണ്. കാട്ടാക്കട മുരുകൻ കാട്ടാക്കട എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വലിയൊരു കവി, ഒരുപാട് ഹിറ്റ് കവിതകൾ നമുക്ക് സമ്മാനിച്ച പ്രിയ കവിയാണ്. അതിനുശേഷം കാട്ടാക്കട കൂടുതൽ ആളുകളിലേക്ക് എത്തിയത് നമ്മുടെ ഈ ഒരു കോമഡി താരങ്ങൾ ചെയ്ത കാട്ടാക്കട എവിടെയുള്ള എന്നുള്ള കോമഡി. അവരിപ്പോ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ട്രെൻഡിങ്. 10 ദിവസം നീണ്ടു നിന്ന ഈ സ്റ്റേജിലാണ് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം. പ്രിയ കവി മുരുകൻ കാട്ടാക്കട പ്രിയ സുഹൃത്തുക്കൾ വിളിച്ചതിൽ വളരെയധികം സന്തോഷം. പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട് പോകാൻ വേണ്ടി നിൽക്കട്ടെ. കോസ്റ്റ്യൂമൊക്കെ മാറി ഞങ്ങൾ ഇറങ്ങുകയാണ്. പോകുന്ന വഴിക്ക് കണ്ട വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച, ഒരുപാട് നല്ല രസത്തിലുള്ള ലൈറ്റ്സ് കൊണ്ട് അവർ അലങ്കരിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മളെ പ്രോഗ്രാം തുടങ്ങാം. പ്രിയപ്പെട്ട മുരുകൻ കാട്ടാക്കട സാർ, അങ്ങയുടെ നാട്ടിൽ കാട്ടാക്കടയിൽ കാട്ടാൽ പുസ്തകമേളയിൽ ഇങ്ങനെ ഒരു വേദി തന്നതിൽ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. കാരണം അങ്ങയുടെ കവിതകൾ ഒരുപാട് വേദികൾ ആലപിച്ചുള്ള ഒരാളാണ് ഞാൻ. അങ്ങയുടെ രക്തസാക്ഷി, കണ്ണട, ബാഗ്ദാദ്, ഒരു കർഷകന്റെ ആത്മഹത്യക്കുറിപ്പ്, രേണുക, മനുഷ്യനാകണം, അങ്ങനെ എത്ര കവിതകൾ. മുരുകൻ കാട്ടാക്കട എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ നാട്ടിൽ ഒരുപാട് ഗാനങ്ങൾ പാടാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. നന്ദി കാട്ടാക്കട, നന്ദി.